The youngster. So let's welcome Krishna Prasad. Hey, welcome to my show. Hey, thanks. All right. So tell me, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് IRS എന്നുള്ള 3 letters സ്വന്തമാക്കിയപ്പോൾ? ഒരു 1.5 വർഷത്തെ എഫേർട്ടായിരുന്നു ഈ ഒരു പരീക്ഷ 2013 സിവിൽ സർവീസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ. അപ്പോൾ കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കാരണം എനിക്കറിയാം എന്നെ പോലെ പഠിച്ച അല്ലെങ്കിൽ എന്നെയൊക്കെ ഒത്തിരി കൂടുതൽ പഠിച്ച ഒത്തിരി പേരുണ്ടായിരുന്നു. പലർക്കും ഭാഗ്യത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാരണങ്ങൾ കാരണം കിട്ടാതെ പോയി. അപ്പം അതുകൊണ്ട് ഈശ്വരനോട് നന്ദിയുണ്ട്, വീട്ടുകാർ തന്ന സപ്പോർട്ടിന് നന്ദി. ഈ വർഷം എഴുതിയായിരുന്നു? ഈ വർഷം എഴുതിയിരുന്നു. അപ്പം IAS കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമായിരിക്കും ഈ വർഷത്തെ അറ്റംപ്റ്റ്. ഹൗ വാസ് ഇറ്റ്? ഇപ്രാവശ്യത്തെ പ്രിലിംസ് കഴിഞ്ഞ വട്ടത്തിൽ നിന്നും കുറെ ഡിഫറെന്റ് ആയിരുന്നു. കാരണം കഴിഞ്ഞ വട്ടം കട്ട് ഓഫ്സ് ഭയങ്കരമായിട്ട് കൂടി. 2012 ഏകദേശം 200 ആയിരുന്നു കട്ട് ഓഫ്. 2013 ആയപ്പോഴത്തേക്കും അത് 240 ആയി. അപ്പം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ UPSC കുറച്ചുകൂടെ ടഫറായിട്ടൊരു പേപ്പർ സെറ്റ് ചെയ്തത്. ഈ കട്ട് ഓഫിന്റെ കാര്യം പറയുവാണെങ്കിൽ ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. അതായത് നമ്മളുടെ എഞ്ചിനീയറിംഗിന് ഇടയ്ക്ക് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഒരുപാട് എഞ്ചിനീയേഴ്സ് ഗ്രാജുവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ നമ്മുടെ സ്റ്റേറ്റിൽ ഒരുപാട് കോളേജസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, കൂടുതൽ എഞ്ചിനീയേഴ്സ് ഇറങ്ങി. ബിക്കോസ് നമ്മുടെ കൺട്രിക്ക് വേണ്ടതും എഞ്ചിനീയേഴ്സ് പോലത്തെ നല്ല കുട്ടികളെയാണ്. സോ ഇതുപോലെ കട്ട് ഓഫ് കുറച്ച് കുറയ്ക്കുവാണെങ്കിൽ, കൂടുതൽ സിവിൽ സർവൻസ് വരുവാണെങ്കിൽ, ഡോണ്ട് യു തിങ്ക് ഇറ്റ്സ് ഗുഡ് ഫോർ ദ നേഷൻ? ഇല്ല, ഒരു ഈ എഞ്ചിനീയറിംഗ് എൻട്രൻസും സിവിൽ സർവീസും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഈ സിവിൽ സർവൻസ് എന്ന് പറയുന്നത് അതൊരു ലിമിറ്റഡ് സെറ്റ് ഓഫ് വേക്കൻസീസ്, DOPT ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ നോട്ടിഫൈ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് വേക്കൻസീസ് ഉണ്ട്. ഈ വേക്കൻസീസിന് വേണ്ടി UPSC നടത്തുന്ന ഒരു പരീക്ഷയാണ് സിവിൽ സർവീസസ്. അപ്പം ഈ സെറ്റ് ഓഫ് വേക്കൻസീസിന് വേണ്ടിയിട്ടാണ് ഈ സെലക്ഷൻ പ്രോസസ്. അതും ഒരു 3 സ്റ്റേജ് പ്രോസസ്സാണ്. ഒരു പ്രിലിമിനറി ഉണ്ട്, അത് മെയിൻലി ഒരു എലിമിനേഷൻ പ്രോസസ്സാണ്, സെലക്ഷൻ പ്രോസസ് അല്ല. കാരണം ഒരു 6 lakh ആളുകൾ എഴുതും, അതിൽ നിന്നും ഒരു 12,000 ആയിരിക്കും മെയിൻസ് സ്റ്റേജ് പരീക്ഷ എഴുതാൻ വേണ്ടി സെലക്ടഡ് ആവുക. അപ്പോൾ അവിടെ ഈ കട്ട് ഓഫ് കുറയ്ക്കുന്നത് വഴി ഒരു കാര്യം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് മെയിൻസ് എഴുതാൻ കൂടുതൽ പേർക്ക് അവസരം കിട്ടും. പക്ഷെ അപ്പോഴും ഈ നമ്പർ ഓഫ് വേക്കൻസീസ് അവസാനമുള്ള വേക്കൻസീസ് സെയിം ആണ്. കാരണം ഈ സെലക്ടഡ് ആവുന്നവർക്കെല്ലാം ഗവൺമെന്റ് ശമ്പളം കൊടുക്കേണ്ടതാണ്. അപ്പം ആ ഒരു എന്താ പറയാ റവന്യൂ ഒരു ആസ്പെക്ട് ഉണ്ട് അതിനകത്ത്, റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ആസ്പെക്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ഒരു സജഷൻ ഉണ്ടായിരുന്നു, അതായത് മെയിൻസ് എഴുതാൻ കുറച്ചുകൂടി ക്വാളിഫിക്കേഷൻ വരുന്നത് നല്ലതല്ലേ, കുറച്ചുകൂടി ആളുകൾക്ക് ഉണ്ടെന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ എക്സാം നടത്തുന്നതിന്റെ ലോജിസ്റ്റിക്സ് ആസ്പെക്ട് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് UPSC ഇപ്പം UPSC is refining the process. Why exactly are they refining? എന്ത് തോന്നുന്നു? Since you have written twice, 2013 റീവാമ്പ് വന്നായിരുന്നല്ലോ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2013 പ്രധാനമായിട്ടും സ്റ്റാർട്ട് ചെയ്ത ഒരു ഇതായിരുന്നു. സോ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? ഇതുപോലെ ആദ്യമായിട്ട് എഴുതുന്നു, അതിൽ അറ്റംപ്റ്റ് ചെയ്യുന്നു, ഒന്നും അറിയത്തില്ല, ഒന്നാമത് ഒരുപാട് പ്രഷർ ഉള്ള ഒരു എക്സാം. സോ എങ്ങനെയായിരുന്നു? അതെ, അത് ശരിക്കും ഈ ഒരു ചേഞ്ച് പ്രോസസ് ഒന്നെന്ന് പറയുന്നത് ഭയങ്കര ഇൻസ്പയറിംഗുമാണ്, അതേസമയം ഭയങ്കര ട്രബിളിംഗുമാണ്. കാരണം ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോൾ 2 ഓപ്ഷനിൽ വേണമായിരുന്നു. പബ്ലിക് അഡ്മിനിസ്ട്രേഷനും മലയാളവും ഞാൻ ഓപ്ഷനിലായിട്ട് എടുത്ത് പഠിച്ചു. ഇത് 4 മാസം കഴിഞ്ഞപ്പോഴാണ് UPSC പറഞ്ഞത് ഇനി ഒരു ഓപ്ഷനിൽ മതി, 2 ഓപ്ഷനിൽ വേണ്ടാന്ന്. അപ്പൊ അതായിരുന്നു ആ വട്ടത്തെ മേജർ ചേഞ്ച്. അപ്പൊ ഇതുപോലൊരു 3